ഹായ്, ഇന്ന് നമുക്ക് മുരിങ്ങയില ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഓരോ ഇലയായിട്ട് അടർത്തിയെടുക്കാം. ഇപ്പം ഞാനിത് മുഴുവൻ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ഇല മാത്രം ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇതിപ്പം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഈ ചീനിച്ചട്ടിയിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോഴത്തെ ഇത് നന്നായിട്ട് മൂത്ത് ഒരു ചുമന്ന കളറായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊത്തം കണ്ടോ, ഒരു ലൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പം ഞാനിവിടെ തേങ്ങ, കുറച്ച് കറിവേപ്പില, ഒരു നാരകത്തിൻ്റെ ഇല, പിന്നെ വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. 1-2 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് തേങ്ങാക്കോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇത് തേങ്ങ മൂത്ത് വരുമ്പോൾ മാത്രമേ ഈ കടുക് പൊട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് തേങ്ങയുടെ മൂപ്പ് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. കരിഞ്ഞു പോകാതെ എടുക്കാം. ഇനി കുറച്ച് വാളംപുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി. ഇനി നമുക്ക് ഈ തേങ്ങ മൂത്തത് ഒരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ആദ്യം വറുത്ത് വെച്ച മുരിങ്ങയില ആറിയിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് ഉഴുന്നും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ തേങ്ങാക്കൂട്ട് ആറി വന്നിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും ഉഴുന്ന് പൊടിച്ചതും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം അത് രണ്ടും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.